ഗൾഫിലെ ഏറ്റവും വലിയ ഇന്ത്യൻ അസോസിയേഷനായ ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മതേതര ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി മത്സരിക്കുന്നു. കോൺഗ്രസ് നയിക്കുന്ന ഈ മുന്നണിക്ക് 16ഓളം സംഘടനകളുടെ പിന്തുണയാണുള്ളത്. അതേസമയം KMCC സംഘടനയിലെ വലിയൊരു വിഭാഗത്തിന്റെ പിന്തുണ ഇത്തവണ തങ്ങൾക്കാണെന്ന് ഇൻഗാസ് നേതാക്കൾ പറഞ്ഞു. മെയ് മാസം 17 ഞായറാഴ്ചയാണ് വോട്ടെടുപ്പ്. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. ഷാർജ ഇന്ത്യൻ അസോസിയേഷനെ വർഷങ്ങളായി നയിച്ച് അനുഭവ സമ്പത്തും പ്രവർത്തന മികവും തെളിയിച്ചവരെയാണ് ഇത്തവണ കോൺഗ്രസ് പാനൽ രംഗത്തിറക്കിയിട്ടുള്ളത്. കെ ബാലകൃഷ്ണൻ എന്ന ബാലൻ പ്രസിഡന്റും അഡ്വക്കേറ്റ് YA റഹീം ജനറൽ സെക്രട്ടറിയുമായ പാനൽ മതേതര ജനാധിപത്യ മുന്നണിയെ നയിക്കുന്നു. നേരത്തെ എതിർ പാനലിൽ ട്രഷററായിരുന്ന ഷാജി ജോൺ ഇത്തവണ കോൺഗ്രസ് പാനലിലാണ് എന്നതും മറ്റൊരു വിജയഘടകമായി ഇവർ വിലയിരുത്തുന്നു. ഗൾഫിലെ ഏറ്റവും വലിയ ഇന്ത്യൻ അസോസിയേഷനായ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ വീണ്ടും മറ്റു തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് കടക്കുകയാണ്. മെയ് മാസം 17 തെരഞ്ഞെടുപ്പ്. അസോസിയേഷന്റെ മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് YA റഹീം നമ്മുടെ ചേരുകയാണ്. ഇത്തവണ എല്ലാ കോൺഗ്രസ്സുകാരും ഒറ്റക്കെട്ടായിട്ട് ശ്രീ ബാലകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കുകയാണ്. തന്നെയുമല്ല, കഴിഞ്ഞ 2 വർഷക്കാലത്തെ അവരുടെ ഭരണത്തെക്കുറിച്ചൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത് മെമ്പർമാർ വിലയിരുത്തും. അതിനെല്ലാം ഉപരി 1200ഓളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അംഗങ്ങൾ ഉള്ള ഒരു സംഘടന കൂടിയാണ് ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ. 2 വർഷമാണ് ഇപ്പോൾ ഭരണ കാലാവധി. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിന് ഏറ്റവും ആദ്യം നിൽക്കേണ്ടത് കോൺഗ്രസ് സംഘടനകൾ ഒറ്റക്കെട്ടായി ഒന്നിച്ച് നിൽക്കുകയാണ്. അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ ഇന്ത്യൻ അസോസിയേഷൻ സാധിക്കുമെന്നാണ് ഒരു എളിയ പ്രവർത്തകൻ എൻ്റെ വിശ്വാസം. ഇൻകാസിന് പുറമെ പ്രിയദർശിനി, ഇന്ദിരാഗാന്ധി വീക്ഷണം ഫോറം, ഷാർജ അജ്മാൻ ഘടകങ്ങൾ, ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് ഷാർജ അജ്മാൻ ഘടകങ്ങൾ, NRI ഫ്രണ്ട്സ് ഫോറം, ടീം ഇന്ത്യ, രാജീവ് ഗാന്ധി കൾച്ചറൽ കോൺഗ്രസ്, മഹാത്മാഗാന്ധി കൾച്ചറൽ കോൺഗ്രസ്, ദർശന, ഇന്ത്യൻ സോഷ്യൽ കൾച്ചറൽ കോൺഗ്രസ്, എമിറേറ്റ്സ് മലയാളി അസോസിയേഷൻ, പ്രവാസി കെയർ, സമഭാവന ഷാർജ, സൗഹൃദ വേദി ഷാർജ എന്നീ 16 സംഘടനകളാണ് മതേതര ജനാധിപത്യ മുന്നണിയിലുള്ളതെന്ന് കോൺഗ്രസ് ക്യാമ്പ് വ്യക്തമാക്കി. ശ്രീ കെ ബാലകൃഷ്ണൻ്റെയും ശ്രീ അഡ്വക്കേറ്റ് YA റഹീമിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഒരുപാട് പരിപാടികളുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് അവിടെ ഈ വളണ്ടിയർ സ്കീം. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് സ്കൂളുകൾ, ബിൽഡിങ്ങും എല്ലാം ഇവരുടെ നേതൃത്വത്തിലാണ് നടന്നത്. പക്ഷേ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒരു വികസന പ്രവർത്തനങ്ങൾ നേട്ടം അവർക്ക് കാണിക്കാനില്ല. അതേസമയം CPM CPI പ്രവാസി സംഘടനകൾ നയിക്കുന്ന ഇടതുപക്ഷ പാർട്ടി മുന്നണിയോട് സഹകരിക്കാൻ കഴിയാത്ത വലിയൊരു വിഭാഗം KMCC UDF പ്രവർത്തകരുടെ വോട്ടും മതേതര ജനാധിപത്യ മുന്നണി ഉറപ്പാക്കിയിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പവിത്രൻ നെട്ടൂർ മത്സരിക്കുന്നു. അഡ്വക്കേറ്റ് അൻസാർ താജുദ്ദീനാണ് ജോയിന്റ് സെക്രട്ടറി. അനിലാൽ പുരുഷോത്തമൻ ജോയിന്റ് ട്രഷററായും CA തങ്കച്ചൻ മണ്ഡപത്തിൽ ഓഡിറ്ററായും മത്സരിക്കുന്നു. കൂടാതെ 7 പേർ മാനേജിംഗ് കമ്മിറ്റിയിലേക്കും മത്സരിക്കുന്നു. അഭിലാഷ് രത്നാകരൻ, അനിൽകുമാർ പിള്ള, ബാവു ബഷീർ, ജാഫർ കണ്ണാട്ട്, പുന്നക്കൻ മുഹമ്മദ് അലി, റോയ് മാത്യു, ഷാൻഡി തോമസ് എന്നിവരാണ് ഭരണസമിതിയിലേക്ക് മത്സരിക്കുന്നവർ. കേരളത്തിൽ UDF തിളക്കമാർന്ന വിജയം നേടിയ ഈ മാറിയ കാലഘട്ടത്തിൽ ഇടതുപക്ഷവുമായി സഹകരിക്കുന്നവർക്ക് ഒരു കാരണവശാലും വോട്ട് ചെയ്യില്ലെന്ന വലിയൊരു വിഭാഗത്തിന്റെ വാദം മതേതര ജനാധിപത്യ മുന്നണിക്ക് ഗുണകരമാകുമെന്നും വിലയിരുത്തപ്പെടുന്നു. ഷാർജയിൽ നിന്നും ക്യാമറമാൻ അനീഷിനൊപ്പം എൽവിസ് ടുമാർ, ജയ്ഹിന്ദ് ന്യൂസ്. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East This Week, an Elvis Chumar TV show. Exclusively on Jaihind TV. Stay tuned for the 1000 countdown.